കഴിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അടുക്കളയിൽ ഒരു പെണ്ണ് മോഷ്ടിക്കാൻ കയറിയതാണെന്ന് ഉറപ്പല്ലേ? പേരും കള്ളി അവള്. കള്ളിയല്ല, അതേ ഈ പെരുങ്കള്ളി. ഇവിടെങ്ങനെ അകത്ത് കയറി? അമ്മ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ദേ വിവരം കിട്ടവളെ, ഉറങ്ങുന്നതിന് മുന്നേ ആരെങ്കിലും സ്വപ്നം കാണുമോ? പിടിക്കമ്മേ. ഞാൻ മുൻവശത്തെയും പുറകുവശത്തേക്ക് വാതിലടച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാ അവൾ അകത്ത് കയറിയത്? അത് നീ അവളോട് ചെന്ന് ചോദിക്കടി. അല്ല പിന്നെ മുറുക്കി പിടിക്കാൻ നോക്ക്. പുറകുവശത്തെ വാതിൽ നീ അടച്ചിട്ടുണ്ടാവില്ല, അതുവഴിയായിരിക്കും അവള് കയറിയത്. ആദ്യം ഇവളെ ഞാനൊന്ന് ശരിയാക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് വെച്ചിട്ടുണ്ട്. ആന്റി, പോലീസിനെ വിളിച്ചാലോ ആന്റി? അയ്യോ അതെ. എന്തിനാ പോലീസ്? എല്ലാരും ഒന്ന് മാറി. അവളുടെ കയ്യിൽ വല്ല കത്തിയോ മറ്റോ കാണും. അവള് കയ്യിൽ കരുതിയിട്ടില്ലെങ്കിലും അടുക്കളയിൽ കത്തിയുണ്ടല്ലോ. അവളെ പിടിക്കാൻ നോക്കിയാ അവള് കുത്തും, അത് ഉറപ്പാ. ആന്റി വാതിൽ തുറക്ക്. സച്ചി, നീ അടുക്കളയിലേക്ക് ചെല്ല്. നീ അവളെ കൊള്ളാലോ. അവളെന്റെ സച്ചിനെ കുത്തിക്കൊല്ലണോ അല്ലേ? നീ നിന്റെ ഭർത്താവിനോട് നോക്കാൻ പറ. ഞാനില്ല, ഞാൻ വേണമെങ്കിൽ ഡോർ പിടിച്ചോളാം. അതുമല്ല, ഈ സമയത്ത് നമ്മൾ മുഴുവൻ ഈ വീട്ടിലുള്ളപ്പോ ഒരു പെണ്ണ് മോഷ്ടിക്കാനായിട്ട് വീട്ടിൽ കയറാന്ന് പറഞ്ഞാ അവള് ചില്ലറക്കാരിയല്ല. അച്ഛാ, നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്ക. നീ വിളിക്കടാ സുധി. അതെ, പോലീസിനൊന്നും ഇപ്പൊ വിളിക്കണ്ട. സച്ചി, നീ നമ്മളെ പിടിച്ചല്ലോ. അവൾ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം പോലീസിനെ വിളിക്കണോ വിളിക്കണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. എടാ സുധി, നീ അവിടെ വല്ല വടി എന്തെങ്കിലും സച്ചേട്ടാ വേണോ? ചുമ്മാ അവധി. നീ വലിയ ധൈര്യശാലിയാണല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? ധൈര്യ കുറവൊന്നുമില്ല. സച്ചേട്ടനെ അവൾ എന്തെങ്കിലും ചെയ്താലോ? അവൾ എന്ത് ചെയ്യാൻ? ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. ഇതേ കിട്ടിയോളൂ, ഇത് പിടിച്ചോ. സൂക്ഷിക്കണേ. മോള് പേടിക്കണ്ട, അവൻ കൈകാര്യം ചെയ്തോളൂ.